വീണ്ടും ഇന്ത്യൻ കപ്പലിന് നേരെ ആക്രമണം. ഗോളടിക്കൂ, ഫുട്ബോൾ സമ്മാനമായി നേടൂ. LED ടിവികൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. ആഘോഷിക്കൂ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് ഗോപുനന്ദിലെ ജിമാർട്ടിനൊപ്പം. ഗൾഫ് മേഖലയിലെ സമുദ്ര സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പുതിയ ആക്രമണത്തിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഒമാൻ തീരത്ത് വെച്ച് എഞ്ചിൻ റൂമിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് MT ജൽവീർ എന്ന കപ്പലിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. കപ്പലിലെ 20 ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് വ്യാഴാഴ്ച ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. MT ജൽവീറിൽ നിന്നും പുക വരുന്നുണ്ടായിരുന്നു. എഞ്ചിൻ മുറിയിൽ ടാങ്കറിന് തീപിടിച്ചു. ഒമാൻ തീരത്തെ കപ്പലിൽ 20 ഇന്ത്യൻ നാവികർ ഉണ്ടായിരുന്നു. എല്ലാവരും സുരക്ഷിതരാണെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കി. വെസൽ ട്രാക്കിംഗ് വെബ്സൈറ്റ് പ്രകാരം മറൈൻ ട്രാഫിക് ജൽവീർ ഒരു ആസ്ഫാൾട്ട് ബിറ്റുമെൻ ടാങ്കറാണ്. ഗുനിയ ബിസാവുവിന്റെ പതാകയ്ക്ക് കീഴിലാണ് ഇത് സഞ്ചരിക്കുന്നത്. അതിന്റെ മൊത്തത്തിലുള്ള നീളം 119.95 മീറ്ററും വീതി 16.84 മീറ്ററുമാണ്. ഒമാനിലെ തുറമുഖ നഗരമായ സൊഹാറിന് സമീപം ഒരു ടാങ്കറിന് തീപിടിച്ചതായി വ്യാഴാഴ്ച രാവിലെ ബ്രിട്ടീഷ് സമുദ്ര നിരീക്ഷണ ഏജൻസിയായ UKMTO റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നിരുന്നാലും കപ്പലിന്റെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. യുണൈറ്റഡ് കിങ്ഡംസ് മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് എക്സിലെ ഒരു പോസ്റ്റിൽ അധികൃതർ അന്വേഷണം തുടരുകയാണെന്നും കപ്പലുകൾ ജാഗ്രതയോടെ സഞ്ചരിക്കാൻ നിർദ്ദേശിച്ചതായും പറഞ്ഞു. ഒമാനിലെ സൊഹാറിന് 21 NM വടക്കുകിഴക്കായി ഒരു സംഭവത്തെക്കുറിച്ച് UKMTOയ്ക്ക് റിപ്പോർട്ട് ലഭിച്ചു. എഞ്ചിൻ റൂമിൽ ഒരു ടാങ്കറിന് തീപിടിച്ചതായി പ്രാദേശിക അധികാരികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പാരിസ്ഥിതിക ആഘാതമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒമാനിലെ ഷിനാസ് തുറമുഖത്തിന് സമീപം ഒരു കപ്പലുമായി ബന്ധപ്പെട്ട് ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും പ്രാദേശിക അധികാരികളുമായി ഏകോപിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് മറ്റൊരു സംഭവത്തിൽ ഒമാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ഒമാനിലെ ഷിനാസ് തുറമുഖത്ത് ഇന്ന് രാവിലെ ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ടതായി ഞങ്ങൾക്ക് വിവരം ലഭിച്ചു. സ്ഥിതിഗതികൾ ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും കൂടുതൽ വിവരങ്ങൾക്ക് പ്രാദേശിക അധികാരികളുമായി ഏകോപിപ്പിക്കുകയും ചെയ്യുന്നുവെന്നും എംബസി എക്സിൽ പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിന് സമീപം പലാവു പതാകയുള്ള കപ്പലായ MT സെറ്റേബെല്ലോയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെയാണ് ഒമാനി സമുദ്രാതിർത്തിയിൽ പുതിയ ആക്രമണങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ. ആ ആക്രമണത്തിൽ 24 ഇന്ത്യൻ ജീവനക്കാരുണ്ടായിരുന്നു. അതിൽ 3 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. പശ്ചിമേഷ്യയിലും ഗൾഫ് മേഖലയിലും സ്ഥിതിഗതികൾ വികസിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ ഹോർമുസ് കടലിടുക്കിലും പരിസരത്തും അടിയന്തര വെടിനിർത്തലിനും നാവിഗേഷൻ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള ആഹ്വാനം ഐക്യരാഷ്ട്രസഭ ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവർത്തിച്ചു. നാവിഗേഷൻ അവകാശങ്ങൾക്കുള്ള നിയന്ത്രണങ്ങൾ ലോകമെമ്പാടും ബുദ്ധിമുട്ടുകളും അസ്ഥിരതയും സൃഷ്ടിക്കുന്നത് എങ്ങനെയെന്ന് എടുത്തു കാണിച്ചുകൊണ്ട് അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായി ലോകത്തിന് പൂർണ്ണമായ വെടിനിർത്തൽ ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഏറ്റവും നല്ല സാഹചര്യത്തിൽ പോലും ഈ ആഘാതങ്ങൾ മാസങ്ങളോളം അനുഭവപ്പെടും. വികസ്വര രാജ്യങ്ങളാണ് ഏറ്റവും വലിയ പ്രത്യാഘാതങ്ങൾ നേരിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗൾഫ് മേഖലയിൽ വ്യാപാര കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ ഇന്ത്യ ബുധനാഴ്ച കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചു. മേഖലയുടെ സുരക്ഷയിലും സ്ഥിരതയിലും നിർണായക പങ്കുള്ള ഒരു അടുത്ത അയൽക്കാരൻ എന്ന നിലയിൽ ന്യൂഡൽഹിയുടെ പ്രാധാന്യത്തിന് അടിവരയിടുന്ന ചർച്ചയ്ക്കും നയതന്ത്രത്തിനും ആഹ്വാനം ചെയ്തു. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി P. ഹരീഷ് വ്യാപാര കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ചു. ആഗോള തൊഴിൽ ശക്തിയിൽ നമ്മുടെ പൗരന്മാരിൽ പലരും പ്രമുഖരായതിനാൽ വ്യാപാര കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി എതിർക്കുന്നുണ്ട്. മേഖലയിലെ രാജ്യങ്ങൾക്കെതിരെയും വ്യാപാര കപ്പലുകൾക്ക് ആശയവിനിമയത്തിനുള്ള കടൽ പാതകൾക്കും നേരെയുള്ള ആക്രമണങ്ങളുടെ ഫലമായി നിരവധി ഇന്ത്യൻ പൗരന്മാർക്ക് ജീവൻ നഷ്ടപ്പെടുകയോ കാണാതാവുകയോ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സംഘർഷം രൂക്ഷമാകുന്നതും മറ്റ് രാജ്യങ്ങളിലേക്കും അത് വ്യാപിച്ചതും വലിയ ഉത്കണ്ഠ ഉളവാക്കിയിട്ടുണ്ട്. വർദ്ധിച്ചു വരുന്ന നാശനഷ്ടങ്ങൾക്കും മരണങ്ങളും സാധാരണ ജീവിതവും സാമ്പത്തിക പ്രവർത്തനങ്ങളും നിലയ്ക്കുന്നതും മേഖലയുടെ സുരക്ഷയിലും സ്ഥിരതയിലും നിർണായക പങ്കുള്ള ഒരു അടുത്ത അയൽക്കാരനായ ഇന്ത്യയെ ആഴത്തിൽ ബാധിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.